എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഗവൺമെന്റ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു പുതിയ അവസരം എത്തിയിരിക്കുകയാണ്. കേരള സർക്കാർ സ്ഥാപനമായ CMD അതായത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്ന കസ്റ്റമർ റിലേഷൻസ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് 2026 മുഴുവൻ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഡിഗ്രി ഇല്ലാത്തവർക്കും അവസരമുണ്ട്. ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അപേക്ഷിക്കാം. കേരളത്തിൽ ജോലി ലഭിക്കും. കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നടക്കുന്നത്. ഇന്റർവ്യൂ സെലക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് സർക്കാർ ജോലി അന്വേഷിക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദവിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് CMD സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ്. കേരള സർക്കാരിന്റെ വിവിധ പ്രോജക്റ്റുകൾക്ക് PSU സ്ഥാപനങ്ങൾക്ക് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള പ്രധാന ഏജൻസിയാണ് CMD. ഇപ്പോൾ കസ്റ്റമർ റിലേഷൻസ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. ഇനി ഒഴിവുകളുടെ എണ്ണം നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം ആകെ 40 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ നിരവധി യുവാക്കൾക്ക് ഇപ്പോൾ കസ്റ്റമർ സപ്പോർട്ട്, ഫ്രണ്ട് ഓഫീസ്, പബ്ലിക് ഡീലിംഗ് മേഖലകളിൽ ജോലി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഈ നോട്ടിഫിക്കേഷൻ വളരെ ശ്രദ്ധ നേടുകയാണ്. ഇനി ജോലി എന്താണെന്ന് കാണാൻ ഇപ്പോൾ പലർക്കും സംശയമുണ്ടാകും. കസ്റ്റമർ റിലേഷൻ അസിസ്റ്റന്റ് എന്നാൽ എന്താണെന്ന്. ഈ പോസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പൊതുജനങ്ങളുമായിട്ട് ഇടപെടേണ്ട ജോലി ആയിരിക്കും. ഉദാഹരണത്തിന് കസ്റ്റമർ സപ്പോർട്ട്, എൻക്വയറി ഹാൻഡ്ലിംഗ്, പബ്ലിക് അസിസ്റ്റന്റ്, ഓഫീസ് കോർഡിനേഷൻ, കംപ്ലൈന്റ് സപ്പോർട്ട്, ഡേറ്റ എൻട്രി സപ്പോർട്ട്, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ഇത്തരത്തിലുള്ള ജോലികളായിരിക്കും പ്രധാനമായും ഉണ്ടായിരിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് ഇത് വളരെ അനുയോജ്യമായ ഒരു ജോലി തന്നെയാണ്. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് കാണാം. ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ പ്രകാരം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ BTech ഇൻ എനി ഡിസിപ്ലിൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഏത് ബ്രാഞ്ച് ആയാലും അപ്ലൈ ചെയ്യാം. ഇനി ഡിഗ്രി ഇല്ലാത്തവർക്ക് അവസരമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അതേ ഉണ്ട്. ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഈ റിക്രൂട്ട്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കേരളത്തിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ ഡിപ്ലോമ കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നുണ്ട്. അവർക്കിത് വലിയ അവസരമാകാം. ഇനി പ്രായപരിധി കാണാൻ നോട്ടിഫിക്കേഷൻ പ്രകാരം മാക്സിമം ഏജ് 4. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പല റിക്രൂട്ട്മെന്റിലും 30 അല്ലെങ്കിൽ 35 വയസ്സ് വരെ മാത്രമേ അവസരം ഉണ്ടാകാറുള്ളൂ. പക്ഷെ ഇവിടെ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതിനാൽ കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കും. ഇനി സാലറി കാണാം. ഈ റിക്രൂട്ട്മെന്റിന് മറ്റൊരു വലിയ പ്രത്യേകതയാണ് സാലറി. നോട്ടിഫിക്കേഷൻ പ്രകാരം 1010 പെർ ഷിഫ്റ്റ് ലഭിക്കും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള പേയ്മെന്റ് ആയിരിക്കും. മന്ത്ലി ഇൻകം ഏകദേശം നല്ല രീതിയിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി പെർമനന്റ് ജോബ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ റിക്രൂട്ട്മെന്റ് കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ളതാണ്. അതായത് സ്ഥിര സർക്കാർ ജോലിയല്ല. പക്ഷെ കേരള സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റിൽ ജോലി എക്സ്പീരിയൻസ് ലഭിക്കും. ഇത് ഭാവിയിൽ മറ്റ് ഗവൺമെന്റ് PSU പ്രൈവറ്റ് ജോബ്സ് നേടാൻ സഹായകരമാകാം. ഇനി ജോലി എവിടെയായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടാകും. റിപ്പോർട്ട്സ് പ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഫൈനൽ പോസ്റ്റിംഗ് സംബന്ധിച്ച വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിക്കണം. അപ്ലിക്കേഷൻ ആരംഭിച്ച തീയതി 2026 മെയ് 16 അവസാന തീയതി വരുന്നത് 2026 മെയ് 23 അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനാൽ അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ ഉടൻ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലിക്കേഷൻ ഫീയെ കുറിച്ച് പറയാം. ചില റിപ്പോർട്ടുകൾ പ്രകാരം ജനറൽ OBCക്ക് 500 രൂപയും SC/ST PWBD ഫീമെയിൽസിന് 250 രൂപയാണ് ഫീസ് വരുന്നത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. ഇനി സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കുമെന്ന് കാണാം. സെലക്ഷൻ പ്രോസസ് സംബന്ധിച്ച ഫൈനൽ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ പരിശോധിക്കാം. പക്ഷേ സാധാരണ CMD റിക്രൂട്ട്മെന്റുകളിൽ ഉണ്ടാകുന്ന ഘട്ടങ്ങൾ അപ്ലിക്കേഷൻ സ്ക്രീനിംഗ്, ക്വാളിഫിക്കേഷൻ വെരിഫിക്കേഷൻ, ഇന്റർവ്യൂ ഇന്ററാക്ഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇവയായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവർക്ക് കൂടുതൽ സാധ്യത ലഭിക്കാം. ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചോദിക്കുമെന്ന് കാണാം. കസ്റ്റമർ റിലേഷൻ അസിസ്റ്റന്റ് ആയതിനാൽ ഇന്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സെൽഫ് ഇൻട്രഡക്ഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കസ്റ്റമർ ഹാൻഡ്ലിംഗ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ് സംസാരശേഷി, ബേസിക് കമ്പ്യൂട്ടർ നോളജ്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഇവയാണ്. ഇതുകൂടാതെ കസ്റ്റമർ നോളജ് ആവശ്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഫ്രണ്ട് ഓഫീസ് കസ്റ്റമർ സപ്പോർട്ട് രീതിയിലുള്ള ജോലി ആയതിനാൽ MS ഓഫീസ്, ടൈപ്പിംഗ്, ഇമെയിൽ ഹാൻഡ്ലിംഗ്, ബേസിക് ഡേറ്റ എൻട്രി ഇവ അറിയുന്നത് വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഗവൺമെന്റ് കോൺട്രാക്ട് ജോബിന് വലിയ ഡിമാൻഡാണ്. എക്സ്പീരിയൻസ് ലഭിക്കും. ഗവൺമെന്റ് പ്രോജക്ട് എക്സ്പോഷർ കിട്ടും. റിസ്യൂം സ്ട്രോങ് ആകും. ഫ്യൂച്ചർ ജോബിന് സഹായിക്കും. ഇവയെല്ലാം ഈ ജോലിയുടെ പ്രധാന ഗുണങ്ങളാണ്. ഈ റിക്രൂട്ട്മെന്റ് സ്ത്രീകൾക്ക് വളരെ അനുയോജ്യമായ ജോബ് കാറ്റഗറിയാണ്. കാരണം കസ്റ്റമർ ഇന്ററാക്ഷൻ, ഫ്രണ്ട് ഓഫീസ് സപ്പോർട്ട്, ഓഫീസ് കോർഡിനേഷൻ ഇവയൊക്കെയുള്ള ജോലി ആയതിനാൽ സ്ത്രീകൾക്ക് വലിയ സാധ്യതയുണ്ട്. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് കാണാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡ് ആയിരിക്കും.
CMD ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യരുത്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ അയക്കരുത്, തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക, മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം, ഇമെയിൽ ID കറക്റ്റ് ആയിരിക്കണം, എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കുക. ഈ റിക്രൂട്ട്മെന്റ് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സിനും BTech ഗ്രാജുവേറ്റ്, ഫ്രഷേഴ്സ്, കസ്റ്റമർ സർവീസ് മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർ, ഗവൺമെന്റ് സെക്ടർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർ എന്നിവർക്കാണ്. ഇതായിരുന്നു ഇന്നത്തെ കസ്റ്റമർ റിലേഷൻ അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് 2026 മുഴുവൻ വിശദാംശങ്ങൾ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഗവൺമെന്റ് ജോബ് അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. PSC അപ്ഡേറ്റ്സ്, ബാങ്കിംഗ് ജോബ്സ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.